സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായത് സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്കാണ് നമ്മൾ ടോട്ടലായിട്ട് വരുന്നത്. അതിൽ 20 മാർക്ക് 20 നമുക്ക് സ്കോർ ചെയ്യാൻ തക്കതായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇനി യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നാണ്. BNS ആക്ട് ആണ് പഠിക്കാൻ പോകുന്നത്. BNS ആക്ട് 4 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ആക്ട്. 4 മാർക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് BNSൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഭാരതീയ ന്യായ സംഹിത നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം IPC, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. IPC, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഇന്ത്യയിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS ആക്ട് കേട്ടോ. പഠിച്ചു വെക്കണം. IPC അഥവാ എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇന്ത്യയിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS. നമ്മുടെ ഈ ഒരു BNS നമുക്കറിയാം, ഏതൊരു നിയമവും നമ്മുടെ രാജ്യത്ത് വരണമെങ്കിൽ എന്താണ്, നമ്മുടെ പാർലമെന്റ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ രാജ്യത്ത് ആ നിയമം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ബില്ല് ആദ്യമേ പാർലമെന്റിൽ അവതരിപ്പിക്കണം. അതാണ് പറയുന്നത് BNS ബില്ല്. BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് കേട്ടോ. നമ്മുടെ അന്നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായാണ് കേട്ടോ. പഠിച്ചു വെക്കണം. BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ്. 2023 ഓഗസ്റ്റ് 11 അമിത് ഷാ ഈ ഒരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് കേട്ടോ. പഠിച്ചു വെക്കണം. BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ്. 2023 ഓഗസ്റ്റ് 11 ഈ ഒരു BNS ബില്ല് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ രണ്ടാമതായി ഈ ബില്ല് വീണ്ടും അവതരിപ്പിക്കുന്നത് ഡിസംബർ 12 2023 ഡിസംബർ 12. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചാൽ മതി. BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത് ഷായാണ്. 2023 ഓഗസ്റ്റ് 11, 12 തീയതികളിലാണ് ലോകസഭയിൽ ഈ ബില്ല് അമിത് ഷാ അവതരിപ്പിച്ചത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ലോകസഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 20 കേട്ടോ. പഠിച്ചു നോക്കണേ. ലോകസഭ ഈ ഒരു ബില്ല് പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 20. ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ഏതൊരു ബില്ലും എങ്ങോട്ടാണ് പോകുന്നത്? രാജ്യസഭയിലോട്ടാണ്. അപ്പൊ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 21. അപ്പൊ ഡിസംബർ 20, 21 തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയും നമ്മുടെ BNS ആക്ട് ബില്ല് പാസ്സാക്കി. അതിനുശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2023 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിനാണ്. അപ്പൊ 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. അപ്പൊ ഈ ഒരു നമ്മുടെ ഭാരതീയ ന്യായ സംഹിത നിയമം എന്നാണ് നിലവിൽ വന്നതെന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2024 ജൂലൈ 1 ഈ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ IPC, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ഇന്ത്യയിൽ വന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത നിയമം. അതുപോലെ തന്നെ BNS ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ്. 2023 ഓഗസ്റ്റ് 11, 12 അമിത് ഷാ ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ലോകസഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 20, രാജ്യസഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 21, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. നമ്മുടെ ഈ ഒരു BNS ആക്ട് അഥവാ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതെന്നാണ്? 2024 ജൂലൈ 1 ഈ ഒരു ഭാരതീയ ന്യായ സംഹിത നിയമം നിലവിൽ വന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഈ നിയമത്തിൽ 20, അതായത് BNS ആക്ടിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളുണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. 20 അധ്യായങ്ങളും 358 വകുപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. അപ്പൊ നമ്മുടെ ഈ ഒരു BNS ആക്ടില്, അതായത് ഭാരതീയ ന്യായ സംഹിത നിയമത്തില് 20 അധ്യായങ്ങളും 358 വകുപ്പുകൾ. അപ്പൊ 20 അധ്യായങ്ങളും 358 വകുപ്പുകളുമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ഉള്ളത് കേട്ടോ. നമുക്ക് ഈ 358 വകുപ്പുകളും പഠിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകളും അതിന്റെ ഉപവകുപ്പുകളുമാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിട്ടുള്ള നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, സെക്ഷൻസ് തന്നിട്ടുണ്ട്. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന നിർവചനങ്ങളാണ്, ഡെഫിനിഷൻസ് ആണ്. അതായത് ഭാരതീയ ന്യായ സംഹിത നിയമത്തിലെ നിർവചനങ്ങൾ അഥവാ ഡെഫിനിഷൻസ് ആയിട്ട് തന്നിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സെക്ഷൻ 2(3) കേട്ടോ. സെക്ഷൻ 2 ഉപവകുപ്പ് 3
3 പ്രകാരം കുട്ടി അഥവാ ചൈൽഡിനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ. സെക്ഷൻ 2(3) എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈൽഡ് അഥവാ കുട്ടിയാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ള ആരെയുമാണ് സെക്ഷൻ 2(3) പ്രകാരം കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. BNS ആക്ടിലെ സെക്ഷൻ 2(3) എന്ന് പറയുന്നത് ചൈൽഡ് അഥവാ കുട്ടിയാണ് കേട്ടോ. കുട്ടിയെ നിർവചിക്കുന്നതാണ്. ആ കുട്ടി എന്ന് ഇതിന് പറയാൻ കാരണം 18 വയസ്സിൽ താഴെയുള്ള ആരെയും 18 വയസ്സിനും 18 വയസ്സിൽ താഴെയുള്ള ആരെയും കുട്ടിയായിട്ട് ഈ ഒരു BNS ആക്ടിൽ പറയുന്നുണ്ട്. BNS ആക്ട് നിർവചിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 2(3) കുട്ടി. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2(4) കപടാനുകരണം നടത്തുക, അതായത് കൗണ്ടർ ഫെയ്റ്റ്. നമുക്കറിയാം കപടാനുകരണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചിക്കുക. ഒറിജിനലെ കാണിച്ചിട്ട് നമ്മൾ എങ്ങനെ വഞ്ചിക്കത്തില്ല, വഞ്ചിക്കുക, കപടപരമായിട്ടൊക്കെ വഞ്ചിക്കുക, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 2(4) എന്ന് പറയുന്നത് ഏറ്റവും എക്സാമ്പിളായിട്ട് നമ്മൾ ഒരാൾ വഞ്ചിക്കുക, ഒറിജിനൽ കാണിച്ചിട്ട് വഞ്ചിച്ച് എന്തെങ്കിലും വഞ്ചന നടത്തുക എന്നൊക്കെ പറയത്തില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്ഷൻ 2(4) അപ്പം BNS ആക്ട് സെക്ഷൻ 2(4) എന്താണ്? കപടാനുകരണം നടത്തുക, കൗണ്ടർ ഫെയ്റ്റ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 2(8) എന്താണ്? ഡോക്യുമെന്റ് അഥവാ രേഖ കേട്ടോ. അപ്പം BNS ആക്ട് സെക്ഷൻ 2(8) എന്ന് പറയുന്നത് രേഖ അഥവാ ഡോക്യുമെന്റ് ആണ്. അതായത് എന്താണ് ഇവിടെ രേഖ എന്ന് നിർവചിക്കുന്നത്? ആ രേഖയുടെ ഡെഫിനിഷൻ എന്താണ്? തെളിവായി ഉപയോഗിക്കാവുന്ന അടയാളത്തിലോ അക്ഷരങ്ങളിലോ ഡിജിറ്റലോ ആയവയാണ് കേട്ടോ. അപ്പം പഠിച്ചു വെക്കണം. ഇവിടെ ഒരു സെക്ഷൻ 2(8) പ്രകാരം രേഖ അഥവാ ഡോക്യുമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെളിവായി ഉപയോഗിക്കാവുന്ന അടയാളത്തിലോ അക്കത്തിലോ അക്ഷരത്തിലോ ഡിജിറ്റലോ ആയവയെല്ലാം നമ്മൾ എന്താണ് തെളിവായിട്ട് ഈ ഒരു ആക്ട് പ്രകാരം കണക്കാക്കുന്നുണ്ട് കേട്ടോ. അതാണ് സെക്ഷൻ 2(8) രേഖ അഥവാ ഡോക്യുമെന്റ് എന്നതിന്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. അടുത്ത പോയിന്റ്, അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത നിർവചനം നോക്കാം. സെക്ഷൻ 2(13) കേട്ടോ. സെക്ഷൻ 2(13) സംശ്രയം അഥവാ ഹാർബർ കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാർബർ അല്ല ഇവിടുത്തെ ഹാർബർ. ഞാൻ ഡെഫിനിഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ഭക്ഷണമായോ പണമായോ വസ്ത്രങ്ങളായോ ആയുധമായോ താമസ സൗകര്യം ഒരുക്കിയോ വാഹന സൗകര്യം നൽകിയാലോ ഈ വകുപ്പിന് കീഴിൽ വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. സംശ്രയം അഥവാ ഹാർബർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കുറ്റവാളിയെ സഹായിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു കുറ്റവാളി വരുവാണെങ്കിൽ അയാളെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും? ഏത് കുറ്റവാളി ആയിക്കോട്ടെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും? അയാളെ ഭക്ഷണം കൊടുത്ത് സഹായിക്കാം, പണം കൊടുത്ത് സഹായിക്കാം, വസ്ത്രങ്ങളെ കൊടുത്ത് സഹായിക്കാം, ആയുധം കൊടുത്ത് സഹായിക്കാം, അതുപോലെ തന്നെ താമസ സൗകര്യം ഒരുക്കാം, വാഹന സൗകര്യം ഒരുക്കാം. അപ്പൊ ഇത്രയും ഒരുക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സംശ്രയത്തിന്റെ കീഴിൽ വരുന്നതാണ്, ആ ഡെഫിനിഷന് കീഴിൽ വരുന്നതാണ്, അഥവാ ഹാർബർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കാൻ പാടില്ല, പക്ഷേ ഈ ഒരു ഡെഫിനിഷന് അങ്ങനെ കൊടുക്കുന്നവരെ കുറിച്ചാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. BNS ആക്ട് 2(13) പ്രകാരം സംശ്രയമാണ് കേട്ടോ. സംശ്രയം അഥവാ ഹാർബർ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക് ഭക്ഷണമായോ പണമായോ വസ്ത്രങ്ങളായോ ആയുധമായോ താമസ സൗകര്യം ഒരുക്കിയോ അല്ലെങ്കിൽ വാഹന സൗകര്യം നൽകിയാലോ ഈ വകുപ്പിന് കീഴിൽ വരും. സെക്ഷൻ 2(13) സംശ്രയം. ഇനി സെക്ഷൻ 2(14) ക്ഷതി അഥവാ ഇഞ്ചുറി എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, PYക്ക് ചോദിക്കുവേ. അപ്പൊ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇഞ്ചുറി, BNS ആക്ടിലെ ഇഞ്ചുറി അഥവാ ക്ഷതി കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാണ്? സെക്ഷൻ 2(14) ക്ഷതി അഥവാ ഇഞ്ചുറി. എന്താണ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ്? മുറിവ് പറ്റുക. ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ സ്വത്തിനോ ഏൽക്കുന്ന ഏതൊരു ഹാനിയും ക്ഷതി എന്ന് വിളിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു BNS ആക്ടിലെ ഇഞ്ചുറി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിനേൽക്കുന്ന മുറിവുകൾ മാത്രമല്ല, മനസ്സിന് നമ്മൾക്ക് വാക്കുകൊണ്ട് ഒരാളെ വേദനപ്പെടുത്തിയാലും അത് ക്ഷതിയിൽ ഉൾപ്പെടുന്നതാണ്. അതാണ് പറഞ്ഞത്, മനസ്സിനേൽക്കുന്ന മുറിവിനും ശരീരത്തിനേൽക്കുന്ന മുറിവിനും പിന്നെ സ്വത്തുപരമായിട്ട് ഏൽക്കുന്ന ഏതൊരു ഹാനിയെയും ക്ഷതി എന്ന് വിളിക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. BNS ആക്ട് 2(14) എന്താണ്? ക്ഷതി അഥവാ ഇഞ്ചുറിയാണ് ഡെഫിനേഷൻ നിർവചിക്കുന്നത്. അപ്പൊ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ സ്വത്തിനോ ഏൽക്കുന്ന ഏതൊരു ഹാനിയെയും ക്ഷതി എന്ന് വിളിക്കാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അതുപോലെ തന്നെ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു ബാച്ചാണ് കറണ്ട് അഫയേഴ്സ് ബാച്ച്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയുള്ള ടെലഗ്രാം ലൈവ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hour ലൈവ് ക്ലാസ് ആണ്. ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ആണ്. ലൈവിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എടുക്കുന്ന ക്ലാസിന്റെ എല്ലാം. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ് കാലാവധി വരുന്നത്. ഈ 6 മാസത്തിനുള്ളിലാണ് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളും വരുന്നത്. ആ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കായിട്ടുള്ള ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തെ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന് സെറ്റാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ CPO പരീക്ഷയ്ക്ക് 10 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇനി എല്ലാ പരീക്ഷകൾക്കും 10ഉം 20ഉം മാർക്കൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാനെന്ന് പറഞ്ഞൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് പക്കയാവുന്നതാണ്. അപ്പം അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് സെക്ഷൻ 228 കേട്ടോ. സെക്ഷൻ 228 പബ്ലിക് സർവന്റ് കേട്ടോ. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുസേവകൻ അഥവാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണല്ലോ പറയുന്നത്. പൊതുസേവകൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മലയാള വേർഡാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്താണ് പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ്? BNS ആക്ട്, ഭാരതീയ ന്യായ സംഹിത പ്രകാരം പബ്ലിക് സർവന്റിനെ നിർവചിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. സെക്ഷൻ 228. സെക്ഷൻ 228 ആണ് പബ്ലിക് സർവന്റിനെ ഉള്ള ഡെഫിനേഷൻ തരുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലെയോ വ്യോമസേനയിലെയോ ഏതൊരു ഓഫീസറും, അപ്പൊ ഇന്ത്യയിലെ കരസേനയിലെയോ നാവികസേനയിലെയോ വ്യോമസേനയിലെയോ ഏതൊരു ഓഫീസറും പബ്ലിക് സർവന്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ആരെയെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ആരെയെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പബ്ലിക് സർവന്റ് ആണ്. നിയമപരമായോ വസ്തുതാപരമായോ ഏതെങ്കിലും വിഷയത്തെപ്പറ്റി അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ രേഖ ഉണ്ടാക്കുകയോ തുടങ്ങിയവ ചെയ്യുന്ന ഏതൊരാളും പബ്ലിക് സർവന്റ് ആയിട്ട് വരുന്നതാണ്. ഒന്നുകൂടെ പറയാം. നിയമപരമായോ വസ്തുതാപരമായോ ആയ ഏതെങ്കിലും വിഷയത്തെ പറ്റി അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ രേഖ ഉണ്ടാക്കുകയോ ചെയ്യുകയോ തുടങ്ങിയവ ചെയ്യുന്നവയും എന്താണ് നമ്മൾ പബ്ലിക് സർവന്റ് എന്ന ഈ ഒരു വകുപ്പിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും വസ്തു എടുക്കുകയോ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെട്ടിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനും കേട്ടോ. അപ്പൊ എന്താണ്? ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും വസ്തു എടുക്കുകയോ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനെയും പബ്ലിക് സർവന്റ് എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയും ഗവൺമെന്റിൽ നിന്ന് ഫീസ്, കമ്മീഷൻ തുടങ്ങിയ വേതനമായി കൈപ്പറ്റുന്ന ഏതൊരാളും. നമുക്കറിയാം പബ്ലിക് സർവന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണക്ട് ആക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയും ഗവൺമെന്റിൽ നിന്ന് ഫീസ്, കമ്മീഷൻ തുടങ്ങിയവ വേതന കൈപ്പറ്റുന്ന ഏതൊരാളും. അപ്പൊ ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ചു വെക്കണം. BNS ആക്ട് സെക്ഷൻ 228 പബ്ലിക് സർവന്റ് ആണ്. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ കരസേനയിലെയോ നാവികസേനയിലെയോ വ്യോമസേനയിലെയോ ഏതൊരു ഓഫീസറും അതുപോലെ തന്നെ ഗവൺമെന്റ് ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, നിയമപരമായോ വസ്തുതാപരമായോ ഏതെങ്കിലും വിഷയത്തെ പറ്റി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് ചെയ്യുകയോ രേഖ ഉണ്ടാക്കുകയോ തുടങ്ങിയവ ചെയ്യുന്ന ഏതൊരാളും ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും വസ്തു എടുക്കുകയോ സ്വീകരിക്കുകയോ സൂക്ഷിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയും ഗവൺമെന്റിൽ നിന്ന് ഫീസ്, കമ്മീഷൻ തുടങ്ങിയവ വേതനമായി കൈപ്പറ്റുന്ന ഏതൊരാളെയും നമ്മൾ ഏതൊരാളെ എന്താണ് പറയുന്നത്? പബ്ലിക് സർവന്റ് എന്നാണ് പറയുന്നത്. പൊതു സേവകൻ കേട്ടോ. സെക്ഷൻ 228 ആണ് പബ്ലിക് സർവന്റ്. ഇനി അടുത്തത് സെക്ഷൻ 3(5) കേട്ടോ. സെക്ഷൻ 3(5) എന്ന് പറഞ്ഞാൽ ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺ ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ. അതായത് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അതിൽ ഓരോരുത്തരും ഉത്തരവാദികളാകുന്നതാണ്. അതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മൾ ഈ ആൾക്കൂട്ട കൊലപാതകമൊക്കെ ഇല്ലേ, എല്ലാവരും കൂടിക്കും ആൾക്കൂട്ടത്തിൽ അടിച്ചു എന്തെങ്കിലും ചെയ്യുന്നത്, അതായത് ആൾക്കൂട്ടത്തിൽ ചെയ്യുന്ന ക്രൈമുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സെക്ഷൻ 3(5) എന്താണ്? ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി, അതാണ് പറഞ്ഞത്. ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം
അതിൽ ഓരോരുത്തരും ഉത്തരവാദികൾ ആകുന്നതാണ് കേട്ടോ. അതിനാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞില്ല, അതിനാണ് ആൾക്കൂട്ട കൊലപാതകമൊക്കെ നമ്മൾ ആൾ കൂടി ആൾക്കാരെ ഒരുത്തിനെ അടിക്കത്തില്ലേ, ആൾ കൂടി അടിക്കുമ്പോൾ എന്താണ് എല്ലാവരുടെ ലക്ഷ്യവും അവൻ തന്നെയല്ലേ വരുന്നത്, അവനെ അടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോൾ ആ അടിക്കുന്നവരിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ എല്ലാവരും ഉത്തരവാദികളാണെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് സെക്ഷൻ 3(5) എന്താണ്, ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അതിൽ ഓരോരുത്തരും ഉത്തരവാദികൾ ആകുന്നതാണെന്നാണ് സെക്ഷൻ 3(5) പറയുന്നത്. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നിർവചനം വരുന്നത് സിലബസ് പ്രകാരം. നിർവചനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചു ഒന്നുകൂടെ പറയാം. നിർവചനങ്ങളിൽ സെക്ഷൻ 2(3) നമ്മൾ കുട്ടി എന്ന ചൈൽഡിനെ ഉള്ള ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള ആരെയും നമ്മൾ കുട്ടിയായിട്ട് കണക്കാക്കും BNS ആക്ടിൽ. സെക്ഷൻ 2(3) കുട്ടി. സെക്ഷൻ 2(4) കപടാനുകരണം നടത്തുക. സെക്ഷൻ 2(8) രേഖ അഥവാ ഡോക്യുമെന്റ്. സെക്ഷൻ 2(13) സംശ്രയം അഥവാ ഹാർബർ. സെക്ഷൻ 2(14) ക്ഷതി അഥവാ ഇഞ്ചുറി. സെക്ഷൻ 2(28) പബ്ലിക് സർവന്റ് ആണ്. അതുപോലെ തന്നെ അവസാനത്തെ സെക്ഷൻ 3(5) ആണ് ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അതിൽ ഓരോരുത്തരും ഉത്തരവാദികൾ ആകുന്നതാണെന്നാണ് സെക്ഷൻ 3(5) പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള നിർവചനങ്ങൾ തന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും എന്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ക്ലാസ് നമ്മൾ ഇടുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 20 മാർക്ക് ഞാൻ സെറ്റാക്കി തരാം. യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CPO WCPO പരീക്ഷയുടെ മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹൈപ്പ് ചെയ്താൽ ബാക്കിയുള്ളവർക്കൊന്ന് റെക്കമെൻഡേഷൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഹൈപ്പ് ചെയ്യാനും പറയുന്നത്. മാക്സിമം ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ CPOയുടെ പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തിരിക്കുക. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.